ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഒരു ചെറിയൊരു ടോപ്പിക്ക് കൂടി നമ്മൾ ലാസ്റ്റ് കംപ്ലീറ്റ് ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാം. ടോപ്പിക്ക് ഇതാണ്: സ്ക്രൂട്ടണി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്. അപ്പോൾ നമ്മൾ ബഡ്ജറ്റിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ പ്രീ ബഡ്ജറ്റ് ഡിസ്കഷനെ കുറിച്ചെല്ലാം നമ്മൾ മുൻപത്തെ ചാപ്റ്ററിലെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ അവസാനിക്കുമ്പോൾ ദ സീലിങ്സ് ഫോർ ദി എക്സ്പെൻഡിച്ചർ ദാറ്റ് വിൽ ബി ഫൈനലൈസ്ഡ്. എന്ന് വെച്ചാൽ സീലിങ്സ് എന്ന് പറയുമ്പം ഓരോ പ്രോഗ്രാമിനും അല്ലെങ്കിൽ ഓരോ പ്രൊജക്റ്റിനും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എത്ര മാക്സിമം എത്ര സ്പെൻഡ് ചെയ്യാം, എത്ര കൊടുക്കണം, എത്ര എമൗണ്ട് അലോക്കേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള സീലിങ്സ് ഫിക്സ് ചെയ്യുകയാണ് ഈ പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ്റെ അവസാനം അത് ഫൈനലൈസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഫൈനലൈസ് ചെയ്തിട്ടുള്ള കാര്യം ഈസ് ഇൻഫോംഡ് ടു ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ബൈ ദ ബഡ്ജറ്റ് ഡിവിഷൻ. അപ്പോൾ അതിനുശേഷം ഈ ഓൺ ദ ബേസിസ് ഓഫ് ദി ഇൻഫർമേഷൻ റിസീവ്ഡ് ദ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് പ്രിപ്പേഴ്സ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് in a prescribed format that is given in the budget circular, and after preparing it is forwarded to the budget division. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു ഇൻഫർമേഷൻ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഈ പറയുന്ന ബഡ്ജറ്റ് ഡിവിഷന് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ബഡ്ജറ്റ് സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ പ്രകാരം ഇവർ ഈ പറയുന്ന എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് അവർ തയ്യാറാക്കും. അങ്ങനെ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് അവർ പിന്നീട് ആർക്കാണ് കൊടുക്കുക? പിന്നീട് അത് ബഡ്ജറ്റ് ഡിവിഷന് തന്നെ അത് ഫോർവേഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുവേണ്ടി യൂസിങ് എ സ്പെഷ്യൽ സോഫ്റ്റ്വെയർ. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് യൂണിയൻ ബഡ്ജറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ക്രിയേറ്റഡ്, ആൻഡ് ദിസ് ഈസ് ഫോർ സബ്മിഷൻ ഓർ ഫോർ പ്രോസസ്സിംഗ് ആൻഡ് ഫൈനലൈസേഷൻ ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് ആൻഡ് അതർ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അത് ഫില്ല് ചെയ്ത് കൃത്യമായിട്ട് ബഡ്ജറ്റ് ഡിവിഷന് അത് അയച്ചു കൊടുക്കുക, അവർക്ക് ആക്സസ് ചെയ്യുന്ന രീതിയിൽ അയച്ചു കൊടുക്കുന്നു. ആൻഡ് ദിസ് സിസ്റ്റം ഈസ് ദി സോഫ്റ്റ്വെയർ ദിസ് ഈസ് ഈസിലി അവൈലബിൾ ഓർ ക്യാൻ ബി ഈസിലി ആക്സസ്ഡ് ബൈ എനി പേഴ്സൺ ഓഫ് കൺസേൺ മിനിസ്ട്രി. അപ്പോൾ അത് മിനിസ്റ്റർക്കോ അല്ലെങ്കിൽ അതിലുള്ള ഒഫീഷ്യൽസിനൊക്കെ ഈസി ആയിട്ടത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഇവർ ഈ പറയുന്ന ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ബഡ്ജറ്റ് ഡിവിഷന് തന്നെ ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ, അതിൽ നമ്മുടെ ബഡ്ജറ്റ് സർക്കുലർ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫോമാറ്റിൽ തന്നെ അത് പ്രിപ്പയർ ചെയ്ത് ബഡ്ജറ്റ് ഡിവിഷന് ഫോർവേഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ദേ ആർ യൂസിങ് എ സ്പെഷ്യൽ സോഫ്റ്റ്വെയർ. ആ സോഫ്റ്റ്വെയറിലാണ് അത് ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർ നൽകിയ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് എക്സ്പെൻഡിച്ചർ സൈഡാണ്, അതിൽ എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചറാണ് അവർ കൂടുതലായിട്ടും ഇതിൻ്റെ അകത്ത് അവർ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഈ എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ തേർഡ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എസ്റ്റിമേറ്റ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ പറഞ്ഞപ്പം ദർ ആർ 6 കാറ്റഗറീസ് ഓഫ് എക്സ്പെൻഡിച്ചർ. നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല, നമ്മൾ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ 6 കാറ്റഗറീസിനെ മെയിനായിട്ടും 2-3 സബ് കാറ്റഗറി ആയിട്ട് ഈ 6 കാറ്റഗറീസ് ഒരു 3 മേജർ ഹെഡിലാണ് മെയിനായിട്ടും വരുന്നത്. ഒന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുമ്പം സെൻറ്റേഴ്സ് എക്സ്പെൻഡിച്ചർ. സെൻറ്റേഴ്സ് എക്സ്പെൻഡിച്ചറിൽ ഏതൊക്കെയാണ് നിങ്ങൾ ഓർക്കുന്നോ? 3 എക്സ്പെൻഡിച്ചറാണ് വരുന്നത്. ഒന്ന് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, അടുത്തത് വരുന്നത് സെൻട്രൽ സെക്ടർ സ്കീംസിൻ്റെ എക്സ്പെൻഡിച്ചർ, ദെൻ അനദർ വൺ ഈസ് അതർ സെൻട്രൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഓരോ എക്സ്പെൻഡിച്ചർ എന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. അപ്പോൾ ഈ നമ്മൾ ഓൾറെഡി പണ്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇത് പറയുന്നില്ല. എന്നാൽ സെൻറ്റേഴ്സ് എക്സ്പെൻഡിച്ചറിൽ ഫസ്റ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. ഇതിനകത്ത് വരുന്ന കുറേ എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ട്. അതിൽ വരുന്നതാണ് മെയിനായിട്ടും സാലറി, മെഡിക്കൽ എക്സ്പെൻസസ്, വേജ്, ഓവർ ടൈം അലവൻസ്, ഫോറിൻ ട്രാവൽ എക്സ്പെൻസസ്, ഡൊമസ്റ്റിക് ട്രാവൽ എക്സ്പെൻസസ്, ഓഫീസ് എക്സ്പെൻസസ്, മെറ്റീരിയൽ എക്സ്പെൻസസ്, പബ്ലിക്കേഷൻസ്, അഡ്വർടൈസിങ് ആൻഡ് പബ്ലിസിറ്റി, ട്രെയിനിങ്, അതർ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, പോൾ ഓർ കോസ്റ്റ് ഓഫ് റേഷൻ, ദെൻ ക്ലോത്തിങ്, ടെൻഡേജ്, പ്രൊഫഷണൽ സർവീസസ്, rent rates, taxes,
അങ്ങനെയുള്ള കുറേ എക്സ്പെൻഡിച്ചറാണ്. എന്ന് വെച്ചാൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പം ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ സ്റ്റേറ്റ് ഓർ ദി സെൻറ്റർ ഫോർ ദി ജനറൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ അതിന് വേണ്ടി ഉള്ള എക്സ്പെൻഡിച്ചറാണ് ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ പെടുത്തുന്നത്. അടുത്ത എക്സ്പെൻഡിച്ചർ നമ്മൾ സെൻട്രൽ സെക്ടർ സ്കീമാണ്. എന്താണ് സെൻട്രൽ സെക്ടർ സ്കീം എന്നെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടുണ്ട്. സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറയുമ്പം it is fully financed by the central government, or it is fully funded by the central government, and also it is implemented by central agencies. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് ഫണ്ട് ഫുൾ എമൗണ്ട് ഫണ്ടിങ് നടത്തി കേന്ദ്ര ഏജൻസികൾ റൺ ചെയ്യുന്നതാണ് സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറയുന്നത്. പലയിടത്തും നമ്മളെ ഈ നാഷണൽ ഹൈവേസ് അതെല്ലാം സെൻട്രൽ ഫണ്ടിങ്ങിൽ വരുന്ന പലയിടത്തും. ഇപ്പോൾ കേരളത്തിലൊരു ലാൻഡ് അക്വിസിഷന് വേണ്ടി കുറച്ച് ഫണ്ട് കൊടുത്തത് നമ്മുടെ ഇവിടെ സ്പെഷ്യൽ കേസിലാണ് വരുന്നത്. കാരണം ഇത്ര ലാൻഡ് ഇവിടെ വളരെ എക്സ്പെൻസീവാണ്. അപ്പോൾ അതുകൊണ്ട് ഡെൻസിറ്റി പോപ്പുലേഷൻ കൂടുതൽ അങ്ങനെയുള്ള കുറച്ച് കേസസ് ഉള്ളതുകൊണ്ട് ആ ഒരു ഫണ്ട് വന്നു. അത് അല്ലാതെ ഒരുപാട് സ്കീമുകളുണ്ട് സെൻട്രൽ പൂർണ്ണമായിട്ടും സെൻട്രൽ നടപ്പിലാക്കുന്ന ഫുൾ ഫണ്ടിങ്ങുള്ള. അപ്പോൾ അത് മെയിനായിട്ട് സെൻട്രൽ ഏജൻസികൾ മുഖേനയാണ് നടത്തുന്നത്. ഇനി ചില കേസുകൾ ദർ മേ ബി സം എക്സെപ്ഷൻസ് ആർ ഗിവൺ for certain reasons or specific cases in which this fund will be given by the central, will be managed by the state or union territories. അപ്പോൾ അത് ഫണ്ട് ഫുള്ള് കൊടുത്താലും ചിലപ്പം ചില എക്സംഷൻ ചില റെയർ കേസിൽ ഈ പറയുന്ന ഫണ്ട് മാനേജ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസീസിന് കൊടുക്കാറുണ്ട്. ഇനി സെൻറ്റേഴ്സ് എക്സ്പെൻഡിച്ചറിൽ വരുന്ന മൂന്നാമത്തെ എക്സ്പെൻഡിച്ചർ അതർ സെൻട്രൽ എക്സ്പെൻഡിച്ചർ. അതർ സെൻട്രൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പം പ്രൊവിഷൻസ് മെയ്ഡ് ഫോർ എക്സ്പെൻഡിച്ചർ ഓൺ CPSUs, സെൻട്രൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് എന്ന് വെച്ചാൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക്, ഒരു കമ്പനി അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരു ബോർഡ്, ഇതിനൊക്കെ ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ടുകൾ. അതേപോലെ ഓട്ടോണമസ് ബോഡീസിൽ നമ്മൾ ഈ പറയുന്ന ഒരുപാട് ഓട്ടോണമസ് ആയിട്ടുള്ള ബോഡികൾ, ഫോർ എക്സാമ്പിൾ നബാർഡ്. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല ഇൻഡസ്ട്രിയൽ സ്പെഷ്യലൈസ്ഡ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്, ദർ ആർ സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് ഫോർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. അതിനൊക്കെ ഫുള്ള് ഈ പറയുന്ന സെൻട്രൽ ഫണ്ടാണ് വരുന്നത്. അതേപോലെ തന്നെ പല ബോർഡുകളുണ്ട്. ഇപ്പോൾ നാഫഡ്, റബ്ബർ ബോർഡ്, അതേപോലെ തന്നെ സ്പൈസസ് ബോർഡ്, ഇങ്ങനെ ഇവർക്കൊക്കെ കൊടുക്കുന്ന ഫണ്ടുകളെല്ലാം ഇതിൻ്റെ അകത്ത് വരുന്ന ഓട്ടോണമസ് ബോഡീസ്. അതേപോലെ അതർ എക്സ്പെൻഡിച്ചർ സച്ച് ആസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, റീപേയ്മെൻറ്റ് ഓഫ് ഡെറ്റ്, കോൺട്രിബ്യൂഷൻ ടു ദ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് എക്സെട്ര, ഇതെല്ലാം ഈ പറയുന്ന അതർ സെൻട്രൽ എക്സ്പെൻഡിച്ചറിൽ വരുന്നതാണ്. അപ്പം സെൻറ്റേഴ്സ് എക്സ്പെൻഡിച്ചറിൽ ആ ഒരു ഹെഡിങ്ങിൽ 3 എക്സ്പെൻഡിച്ചറാണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ജനറൽ അഡ്മിനിസ്ട്രേഷനും അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതേപോലെ സെൻട്രൽ സെക്ടർ സ്കീം ഫുള്ളി ഫണ്ടഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്, അതർ സെൻട്രൽ എക്സ്പെൻഡിച്ചർ. ഇനി അടുത്തൊരു കാറ്റഗറി നമ്മൾ പറയുമ്പോൾ അതിൽ വരുന്നതാണ് മെയിനായിട്ടും സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് ആൻഡ് അതർ ട്രാൻസ്ഫേഴ്സ്. ഇതിലും ഈ പറഞ്ഞ പോലെ 3 എക്സ്പെൻഡിച്ചറാണ് വരുന്നത്. ഒന്നാമത്തെ വരുന്നത് സെൻട്രലി സ്പോൺസേഡ് സ്കീംസ്. എന്താണ് സെൻട്രലി സ്പോൺസേഡ് സ്കീമും സെൻട്രൽ സെക്ടർ സ്കീമും തമ്മിലുള്ള ഡിഫറൻസ്? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് ആ ഡിഫറൻസ് എന്നുള്ളത്. സെൻട്രലി സ്പോൺസേഡ് സ്കീം എന്ന് പറയുമ്പോൾ it is partially funded by the state government and also partially it is funded by the central government. അപ്പോൾ അതിൻ്റെ ഒരു റേഷ്യോ ചിലപ്പം 50-50 ആയിരിക്കും, ചിലപ്പം 75-25 ആവാം. അങ്ങനെയുള്ള റേഷ്യോ അത് ആ സ്കീം വൈസ് അത് ഫിക്സ് ചെയ്തിരിക്കും. പക്ഷേ ഇത് ഫുള്ളി ഇത് സെൻട്രൽ ഗവൺമെൻറ് അല്ല ഇത് ഫണ്ട് ചെയ്യുന്നത്. ദ സെൻട്രൽ ഗവൺമെൻറ് ട്രാൻസ്ഫേഴ്സ് ഇറ്റ് ഷെയർ ടു ദ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ട്രഷറീസ്. അപ്പോൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി എന്ന് പറയുമ്പം സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിൽ വരുന്ന അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസിൻ്റെ കീഴിൽ വരുന്ന ഏജൻസികളാണ്. അതാണ് സെൻട്രലി സ്പോൺസേഡ് സ്കീം. അത് പാർഷ്യലി സെൻട്രൽ ഗവൺമെൻറ്റും പാർഷ്യലി സ്റ്റേറ്റ് ഗവൺമെൻറ്റും. നമ്മുടെ ഇവിടെയൊക്കെ പല പ്രോജക്റ്റുകൾ, ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞ ചില ഹൗസിങ് പ്രോജക്റ്റുകൾ, അതേപോലെ ഇറിഗേഷൻ, അങ്ങനെയുള്ള ഇതിലൊക്കെ ഒരുപാട് പ്രോജക്റ്റുകളുണ്ട് ഈ രീതിയിൽ നടക്കുന്നത്. ഇനി മറ്റൊരു ഇതിൽ ആ സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് ആൻഡ് അതർ ട്രാൻസ്ഫേഴ്സിൽ വരുന്ന രണ്ടാമത്തെ എക്സ്പെൻഡിച്ചറാണ് ഫിനാൻസ് കമ്മീഷൻ ട്രാൻസ്ഫേഴ്സ്.
ഫിനാൻസ് കമ്മീഷൻ ട്രാൻസ്ഫേഴ്സിൽ മെയിനായിട്ട് എന്താണ് ട്രാൻസ്ഫർ ടു സ്റ്റേറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഫിനാൻസ് കമ്മീഷൻ്റെ മെയിനായിട്ടുള്ള ധർമ്മം എന്താണ്? ഈ ടാക്സ് ഷെയറുകൾ ഓരോ സ്റ്റേറ്റുകൾക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്നു സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ അതിന് തിരിച്ചേതാണ് അത് ഒരു റേഷ്യോ വെച്ചുകൊണ്ട് പല ക്രൈറ്റീരിയ ഉണ്ട്. അത് വെച്ചുകൊണ്ട് ഈ പറയുന്ന ഫിനാൻസ് കമ്മീഷനാണ് അത് ആ ക്രൈറ്റീരിയ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഈ സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ടാക്സസിൻ്റെ ഇത്ര ശതമാനം ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും വീതിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ട്രാൻസ്ഫർ ടു സ്റ്റേറ്റ്സ് അതാണ് ഈ പറയുന്ന ഫിനാൻസ് കമ്മീഷൻ ട്രാൻസ്ഫേഴ്സിൽ വരുന്നത്. പിന്നെ വരുന്നത് ഈ പറയുന്ന രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന മൂന്നാമത്തെ എക്സ്പെൻഡിച്ചറാണ് അത് ട്രാൻസ്ഫർ ടു സ്റ്റേറ്റ്സ്. ദാറ്റ് ഇൻക്ലൂഡ് ദ ട്രാൻസ്ഫർ ടു സ്റ്റേറ്റ്സ് സച്ച് ആസ് ദോസ് മെയ്ഡ് ആൻഡ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്. ഇത് വെച്ച് കഴിഞ്ഞാൽ ഡിസാസ്റ്റർ ഇതിനു വേണ്ടി നമ്മുടെ എമർജൻസി സിറ്റുവേഷനിലൊക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫണ്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ അതർ ട്രാൻസ്ഫേഴ്സ് ടു സ്റ്റേറ്റ്സിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ 2 ഹെഡിങ്ങിലായിട്ട് 6 എക്സ്പെൻഡിച്ചറുകളാണ് നമുക്ക് ഈ പറയുന്ന ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സിൽ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവർ ഫില്ല് ചെയ്ത് അയക്കുന്ന അല്ലെങ്കിൽ അവർ ബഡ്ജറ്റ് ഡിവിഷന് ഹാൻഡ് ഓവർ ചെയ്യുന്ന ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് അതിൽ പെടുന്നത് ഇങ്ങനെ നമ്മളീ പറഞ്ഞ 2 ഹെഡിങ്ങിൽ 2 ടൈറ്റിലായിട്ട് വരുന്ന 6 എക്സ്പെൻഡിച്ചറുകളാണ്. ഇനി ഇത് കൂടാതെ നമ്മൾ മറ്റു കുറേ എക്സ്പെൻഡിച്ചറുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മെയിനായിട്ട് ഒരു 4 തരത്തിലുള്ള ഒരു എക്സ്പെൻഡിച്ചർ. അതിൽ ഫസ്റ്റ് വരുന്നതാണ് വോട്ടഡ് എക്സ്പെൻഡിച്ചർ. എന്താണ് വോട്ടഡ് എക്സ്പെൻഡിച്ചർ? നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വോട്ടഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പം the expenditure which requires voting by the Lok Sabha or Rajya Sabha, both the houses. 2 പാർലമെൻറ്റിൻ്റെ വോട്ടിങ്ങോടുകൂടി മാത്രം ഈ പറയുന്ന എക്സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻഡിച്ചറാണ് വോട്ടഡ് എക്സ്പെൻഡിച്ചർ. ചാർജഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പം എങ്ങനെയായിരിക്കാം? വിതൗട്ട് വോട്ടിംഗ് ക്യാൻ ബി സ്പെൻഡ് വിതൗട്ട് വോട്ടിംഗ് ഇൻ ദ പാർലമെൻറ്റ്. അതാണ് ചാർജഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. പിന്നെയുള്ള റിക്കവറി എക്സ്പെൻഡിച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ഗവൺമെൻറ് ഏതെങ്കിലും വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസിക്ക് കുറേ ഫണ്ട് കൊടുക്കുന്നു. അപ്പം ഗവൺമെൻറ് നോംസ് നോക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് കൂടുതലായിട്ട് ഫണ്ട് ഈ പറയുന്ന കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ഗവൺമെൻറ് ഹാസ് ദ റൈറ്റ് ടു വിഡ്രോ ദ എക്സസ് ഫണ്ട് വിച്ച് വാസ് സാങ്ഷൻഡ്. സാങ്ഷൻ ചെയ്ത് കൊടുത്ത എക്സസ് ആയിട്ടുള്ള ഫണ്ട് അവർക്ക് ഈസി ആയിട്ടത് റിട്ടേൺ എടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് റിക്കവറി എക്സ്പെൻഡിച്ചറിൽ പെടുന്നത്. എന്ന് വെച്ചാൽ സ്പെൻഡ് ചെയ്ത എമൗണ്ട് തിരിച്ചെടുത്ത് അത് അവരുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ അത് മൈനസ് ചെയ്യും. അപ്പോൾ ആ മൈനസ് ചെയ്തതിന് ബാക്കി എമൗണ്ടേ അവർക്ക് പിന്നീട് അവർക്ക് സാങ്ഷൻ ചെയ്ത് കൊടുക്കുള്ളൂ. ദാറ്റ് ഈസ് റിക്കവറി എക്സ്പെൻഡിച്ചർ. ദെൻ റെസീപ്റ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പം എക്സ്പെൻഡിച്ചർ മെയ്ഡ് ഫ്രം ദ റവന്യൂ റെസീപ്റ്റ്സ് ഓർ ക്യാപിറ്റൽ റെസീപ്റ്റ്സ്. ഈ പറയുന്ന റെസീപ്റ്റിൽ നിന്നും ഗവൺമെൻറ് മീറ്റ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചറാണ് റെസീപ്റ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നമ്മൾ പഴയ മൊഡ്യൂളുകളിലെല്ലാം നമ്മൾ പഠിച്ചതാണ്. അപ്പം നിങ്ങൾ അതൊക്കെ നോക്കുക. അപ്പോൾ ഈ ഒരു ചെറിയൊരു നോട്ട് കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി ഈ ഒരു ഭാഗം കൂടി ഒന്ന് നോക്കിയിരിക്കുക. ഓൾറെഡി നമ്മളിതെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.